അസ്സലാമലൈക്കും. വട്ടം പോയാ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കുകയാണ് എല്ലാവരും. പിന്നെന്താണ്, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സൗണ്ടൊക്കെ ചെയ്യാൻ തന്നെ ഉള്ളൂ, പനി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പനിച്ചില്ല എനിക്ക്, പക്ഷെ എൻ്റെ സൗണ്ടിന് മാത്രം ഒരു അടപ്പ്, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം നമ്മളെവിടെ എത്തിയെന്നാണ്, കട്ടുപിടി എത്തി. കട്ടുപിടി ഇപ്പോൾ ഞങ്ങളെവിടെ പോണേന്ന് വെച്ചാൽ ഞങ്ങൾ കൊച്ചി പോവാണ്. പക്ഷേ കൊച്ചിയിൽ എൻ്റെ ഇത്താടെ വീട് കേട്ടോ. പക്ഷേ ഇത്താക്ക് അറിയാൻ പാടില്ല ഞങ്ങൾ ചെല്ലുന്നു. ഇത്താക്ക് ഒരു ടെക്സ്റ്റൈൽ ഉണ്ട്, അന്നേരം പുള്ളിക്കാരി അവിടെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചെല്ലണം എന്ന് പറയുമ്പോൾ പിന്നെ വേഗം കടയൊക്കെ പൂട്ടി വീട്ടിലേക്ക് വരണം. രാത്രി ഞങ്ങൾ എത്തുള്ളൂ അവിടെ. അതിന് മുമ്പ് ഞങ്ങൾക്ക് വേറെ സ്ഥലത്തൊക്കെ കയറാനുണ്ട്. അന്നേരം പിന്നെ വേഗം വീട്ടിലേക്ക് വേഗം ധൃതി പിടിച്ച് വരും. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണ അതോ അയ്യോ ഒന്നും കൊടുത്തില്ല, ഒന്നും വന്നിട്ടൊന്നും തന്നില്ല, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. അത് കാരണം എന്ത് ചെയ്തു, ഞങ്ങൾ പറഞ്ഞില്ല, പറയണ്ടാന്ന് വിചാരിച്ചു, പറയാതെ പോവാട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചീത്ത പറയും കേട്ടോ, ഒന്നും പറയായിരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ നല്ല എന്താ സൂര്യാസ്തമയം, സൺസെറ്റ്. ഒരു മിനിറ്റ് കേട്ടോ. ഓ വെട്ടം പിന്നെയും പോയി തോന്നുന്നു. അപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പോവാണ് കേട്ടോ കൊച്ചിയിൽ. അപ്പോൾ നമ്മളിവിടെ സൂഡിയോയിൽ പോകണ്ട കേട്ടോ. സൂഡിയോയിൽ പോട്ടെ, നിയാക്ക് ഡ്രസ്സ് നോക്കാൻ പോണത് കേട്ടോ, കല്യാണത്തിൻ്റെ. ഒട്ടും വിട്ടിട്ടല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി കയറിയതാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് പോയത് ഫ്രൂട്ട്സ് മേടിക്കാൻ കയറിയതാണ്. അപ്പം നമ്മൾ പേരക്ക അവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. പേരക്ക വലിയ പേരക്കില്ലേ, ആ പേരക്ക. അപ്പോൾ നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി. ഇതിപ്പോൾ എന്നെ കാണില്ലല്ലോ പഠിച്ചോനെ. അപ്പം അത്രയ്ക്കുള്ള വീഡിയോ നമുക്ക് സൂഡിയോയിൽ ചെന്നിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇതാ കുറച്ചാണ് നീങ്ങിയപ്പോൾ അവർ പാടോട്ടാ. അപ്പോൾ വെട്ടം വന്നു. വെട്ടം വന്നപ്പോൾ ഞാൻ വന്നതാ, പക്ഷെ വെട്ടം പോയി. അപ്പം നമ്മളങ്ങനെ പോവാം, വേറൊന്നുമില്ല പറയാനായിട്ട്. ഓക്കെ. അപ്പം നമ്മൾ സൂഡിയോയിലോട്ടാണ് കേട്ടോ ആദ്യം പോയത്. സൂഡിയോയിൽ ഇപ്പോൾ നിയാക്ക് ഡ്രസ്സ് എടുക്കാനാട്ടോ പോണേ. നിയാക്ക് ഷർട്ടും പാൻറ്റും ഒക്കെ എടുക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ സൂഡിയോ എന്നാണ് കൂടുതലും എടുക്കാറ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടം അതാണ്. പിന്നെ ഈ കല്യാണത്തിനൊക്കെയുള്ള ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി തിളക്കമുള്ള ഇതൊക്കെ വേണമല്ലോ, ചുരിദാർ അങ്ങനെയുള്ളതൊക്കെ മാത്രമേ പുറത്തുനിന്ന് എടുക്കാറുള്ളൂ. ബാക്കിയൊക്കെ നിയാക്കും നിസാക്കും ഒക്കെ ഇഷ്ടം. നിയാക്ക് അവിടെ തന്നെയാണ്, നിസാക്കൊക്കെ ഇഷ്ടം സൂഡിയോയിൽ നിന്ന് എടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിസ ടോപ്പൊക്കെ നോക്കുന്നുണ്ട്. നിസാക്ക് ടോപ്പൊന്നും എടുത്തില്ല കേട്ടോ. നിസാക്കോ എനിക്കോ ഒന്നും എടുത്തില്ല, നിയാക്ക് മാത്രം എടുക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ നിയാക്ക് ഇപ്പം ഞങ്ങൾ ഷർട്ട് പാൻറ്റ് ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ജീൻസൊക്കെ നോക്കുന്നുണ്ട്. ഇതിൽ ഞങ്ങൾ എടുത്തു കേട്ടോ, അതേ ഇപ്പം ഞാൻ കാണിക്കുന്നില്ലേ, ഇത് ഞങ്ങൾക്ക് എടുത്തതാണ്. പിന്നെ ഷർട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ അറിയാൻ പറ്റുമായിരിക്കും ഞാൻ ഏതാണ് എടുത്തതെന്ന് പറയുന്നില്ല കേട്ടോ. ഇനി നമ്മൾ അടുത്ത ആഴ്ചയാണ് നമ്മുടെ കല്യാണം വരുന്നത്. അടുത്ത വെള്ളി ശനി ഞായർ തിങ്കൾ 4 ദിവസം കേട്ടോ. വെള്ളി ശനി ഞായർ തിങ്കൾ, അങ്ങനെ 4 ദിവസമാണ്. അപ്പോൾ ഓരോ ദിവസങ്ങളിൽ ഇടുന്ന ഡ്രസ്സുകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നിസാക്ക് ഇവിടെ എല്ലാം ഭയങ്കര കാര്യമാണല്ലോ. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്ന സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എറണാകുളത്തേക്ക് പോകുന്ന വഴിയാട്ടോ. വള്ളത്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്റ്റുഡിയോയിലാണ് പോകുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡിയോയിലും ഒരേപോലത്തെ ഡ്രസ്സുകളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. വൈറ്റിലൊക്കെ തിരയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു വൈറ്റ് ഷർട്ട് എടുക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കണേ കേട്ടോ. പക്ഷേ എടുത്തില്ല. ഏതെടുത്തതെന്ന് ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ. എടുത്തത് ഇപ്പോൾ നിസായുടെ കയ്യിലേക്കും ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്. അപ്പം അത് നമുക്ക് ഇടുമ്പോൾ കാണാം കേട്ടോ. പിന്നെ ഈ സ്റ്റുഡിയോയിലാണ് ഞങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന സ്റ്റുഡിയോ ഇതാട്ടോ. അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് എളുപ്പമാണ് ഇങ്ങനെ പോകാനായിട്ട്. കാക്കനാട് ആ ഭാഗത്തേക്കാട്ടാണ് ആണെന്ന് തോന്നുന്നു. അങ്ങോട്ട് എറണാകുളത്തേക്ക് കയറുമ്പോൾ വള്ളത്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്റ്റുഡിയോയിലാട്ടോ. പിന്നെ എല്ലായിടത്തും കളക്ഷനൊക്കെ ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു കൊച്ചിയിൽ പോവാണെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ ഞങ്ങൾ കൊച്ചിയിൽ പോയില്ല കേട്ടോ. കാരണം നമ്മളിവിടെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരുപാടായി. പിന്നെ അത്യാവശ്യമായിട്ട് ഇപ്പോൾ തന്നെ നീ എന്നോട് വന്ന് പറഞ്ഞില്ലേ, വേറെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ടി വന്നു കേട്ടോ. അന്നേരം എറണാകുളത്ത് ആ സ്ഥലത്തും കൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം, അവിടെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ സമയം ഒരുപാടാവുന്നത് കൊണ്ട് പിന്നെ നമ്മളപ്പോൾ ഇപ്പം തന്നെ 7:30 ആയി.
പിന്നെ നമ്മൾ കൊച്ചിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ സ്ഥലത്തും കൂടി പോയിട്ട് കൊച്ചിയിൽ എത്തിക്കഴിയുമ്പോൾ എങ്ങനെയായാലും 9 മണി 9:30 പിന്നെ എന്തോന്നോ അവിടെ ഇരുന്ന് രാത്രി കുഴപ്പമില്ല, 12 മണിയായാലും കുഴപ്പമില്ല, 1 മണി. ഞങ്ങൾ മിക്കതും ഈ രാത്രി യാത്രക്കാരാണെന്ന് അറിയാലോ. പക്ഷെ അത് നമുക്ക് നേരം വെളുക്കേണ്ട ഒരു സമയമുണ്ട്, അത് കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഒരു പരിധിയില്ലേ, അതുകൊണ്ട് പിന്നെ സംസാരിക്കാനോ ഒന്നിനും സമയം കിട്ടൂല. അത് കാരണം പിന്നെ ഞങ്ങൾ പോയില്ല കേട്ടോ. അപ്പോൾ ഈ വൈകുന്നേരം ഈ രാത്രിയൊക്കെ എന്താണ് പോണേന്ന് വിചാരിച്ചാൽ നിയാൾക്ക് ഇപ്പോൾ വർക്കുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ പോയി രാത്രി ആകുമ്പോൾ വരലാണ് കേട്ടോ. നിൽക്കൽ കുറവാണ്, രാവിലെ പോയി രാത്രിയാകുമ്പോൾ വരും, അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നിയാൾക്ക് വർക്കുള്ളത് കൊണ്ട് ഞാൻ വൈകുന്നേരം ആകുമ്പോഴാണ് നിയ വരുള്ളൂ. നിസാക്കും ക്ലാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ വൈകുന്നേരം എല്ലായിടത്തും ഇറങ്ങുന്നത് കേട്ടോ. പിന്നെ പൊതുവേ ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങുന്ന ആൾക്കാരാണ്, രാത്രിയാണ് ഫുള്ളും പുറത്ത്, അങ്ങനെയാണ്. പിന്നെ ഞാനവിടെ ഇങ്ങനെ ഓരോ വീഡിയോസും ഇതൊക്കെ ഇരിക്കുക. അപ്പോൾ ഈ ഗ്ലാസ് വലിയ മിററൊക്കെ കാണുമ്പോൾ അതിൽ സത്യത്തിൽ എനിക്ക് ആ വീഡിയോ എടുക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫോണാണ് എൻ്റെ മുഖത്ത് തന്നെ. അപ്പോൾ നിസ് പറയാം, ഉമ്മ എന്തിനാ വീഡിയോ എടുക്കണേ, ഉമ്മയുടെ മുഖത്തേക്ക് ഫോണാണ്, ഉമ്മയുടെ മുഖം കാണണേ ഇല്ല, ഞാൻ നോക്കട്ടെ. അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കാണുന്നത് വരെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എടുക്കണേ. പക്ഷേ എനിക്ക് സത്യത്തിൽ എനിക്കത് അറിയില്ല. അത് അപ്പോൾ ഇങ്ങനെ എടുക്കുമെന്ന് പറയാൻ നിസ്സ കാണിച്ചു തന്നെ കേട്ടോ. ഇവർ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഞാനവിടെ ഇങ്ങനെ ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ നടക്കണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ നോക്കി പിന്നെ നിയാക്ക് ഷർട്ടൊക്കെ ഇട്ട് സെലക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ കുറേ എണ്ണം സെലക്ട് ചെയ്തിട്ട് നിയ ഇട്ടൊക്കെ നോക്കും, അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പോകാനുള്ള സ്ഥലത്തൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അപ്പം ഞങ്ങൾ കൊച്ചിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിച്ചാണ് ഉമ്മാനെയും കൊണ്ടുപോയത് കേട്ടോ, അല്ലെങ്കിൽ ഉമ്മാനെ കൊണ്ടുപോകില്ലായിരുന്നു. അപ്പോൾ പിന്നെ പോയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മസാല ദോശയും ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്നു. നമ്മളെപ്പോഴും വീട്ടിൽ ഇറച്ചിയും മീനും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ കൂടുതലും ഇങ്ങനെ വെജിറ്റേറിയൻ എന്തെങ്കിലും കഴിക്കാനാണ് കേട്ടോ. പെരുമ്പാവൂരാണ് ഞങ്ങൾക്ക് പിന്നെയും ഷവർമയോ മന്തിയോ ഒക്കെ കഴിക്കാൻ പെരുമ്പാവൂരാണെങ്കിലാണ് കേട്ടോ കൂടുതൽ താല്പര്യമുള്ളൂ. വേറൊന്നുമില്ല, സാഹചര്യം നമ്മൾ കഴിക്കും, അങ്ങനെയല്ല. അപ്പോൾ ഇത്രയൊക്കെ ആണ് ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല ഉഷാർ വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.